ഉത്തരേന്ത്യയിൽ മഴക്കെടുതി അതിരൂക്ഷം. ഡൽഹിയിൽ വെള്ളക്കെട്ടിൽ വീണ് 3 പേർ മരിച്ചു. ഹരിദ്വാറിലെ മിന്നൽ പ്രളയത്തിൽ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് 6 ഉദ്യോഗസ്ഥരെ ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. വിനീത വി.ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. വിനീത, കനത്ത മഴയിൽ വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹിയിൽ വെള്ളക്കെട്ടുകൾ രൂപം കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയോധ്യയിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, റോഡിൽ വെള്ളം കയറി റോഡ് താറുമാറായിരിക്കുന്നു, പുതിയ റോഡുകൾ. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ഗോപി, മഴ ശക്തമാവുന്നതോടൊപ്പം തന്നെ മഴക്കെടുതികൾ കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂക്ഷമാവുകയാണ്. ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ മുന്നറിയിപ്പുണ്ട്. പല മേഖലകളിലും ഇപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച റോഡിൽ സമാനമായിട്ടുള്ള രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. 6 ഉദ്യോഗസ്ഥരെയാണ് ഇതിന്റെ കാരണം കൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ സസ്പെൻഡ് ചെയ്തത്. മഴയിൽ ക്ഷേത്ര നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അന്വേഷണം നടക്കുകയാണെന്നും ഇതിനുശേഷം കൃത്യമായിട്ടുള്ളൊരു മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നുമാണ് പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാൻ അറിയിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ റോഡിന്റെ പലയിടങ്ങൾ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഉത്തരാഖണ്ഡിലും ശക്തമായിട്ടുള്ള മഴയാണുള്ളത്. ഹരിദ്വാറിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മിന്നൽ പ്രളയം രൂപപ്പെട്ടിരുന്നു. ഇത് കാരണം ആ നദീതീരത്തേക്കുള്ള വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. ഒപ്പം തന്നെ നദിയിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ട്. കാരണം മഴ കനത്തതോടെ ഏത് നിമിഷവും ഈ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടെന്നാണ് നിർദ്ദേശമുള്ളത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ വെള്ളക്കെട്ട് ഇപ്പോഴുമുണ്ട്. ഒപ്പം തന്നെ മഴ മുന്നറിയിപ്പുമുണ്ട്. ഡൽഹിയിൽ വെള്ളക്കെട്ടിൽ 3 പേർ കൂടി മുങ്ങി മരിച്ചു. മരിച്ചവരിൽ 2 കുട്ടികളുമുണ്ട്. സമയ്പൂർ ബദലിയിലാണ് 12 വയസ്സുകാരായ 2 കുട്ടികൾ മുങ്ങി മരിച്ചത്. ഒപ്പം തന്നെ ഷാലിമാർ ബാഗിൽ 20 വയസ്സുകാരനും മുങ്ങി മരിച്ചു. ഇതോടെ ഈ മഴക്കെടുതി കാരണം ഡൽഹിയിൽ മരിച്ചവരുടെ എണ്ണം 11ആയി. അമൃത്സറിലും ഗുജറാത്തിലും ഒക്കെ കനത്ത മഴ തുടരുകയാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹി, UP, മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹിമാചൽ, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 5 ദിവസത്തേക്ക് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുമുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒപ്പം തന്നെ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളത്. അയോധ്യയിൽ പുതുതായി നിർമ്മിച്ച റോഡിൽ വെള്ളക്കെട്ടുണ്ടായി റോഡ് തകരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? 6 ഉദ്യോഗസ്ഥർക്കെതിരെ UP സർക്കാർ നടപടിയെടുത്തതായിട്ടുള്ള വിവരമുണ്ടല്ലോ. തീർച്ചയായും ഗോപി, അങ്ങനെ ഒരു നടപടി വന്നിട്ടുണ്ട്. അയോധ്യയിൽ പുതിയതായി നിർമ്മിച്ച റോഡിലാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. വെള്ളക്കെട്ടിനൊപ്പം തന്നെ ആ റോഡിന്റെ പലയിടങ്ങളിലും കുഴികളും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് എഞ്ചിനീയർ വിഭാഗത്തിലുള്ള 6 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. 6 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഉത്തർപ്രദേശ് സർക്കാരിൻ്റെതാണ് ആ ഉത്തരവ്. ഈ അന്വേഷണം, ഇക്കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൗഹാനാണ് അങ്ങനെ ഒരു വിവരം, ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു വിവരം ലഭ്യമായിട്ടുള്ളത്. ഈ അന്വേഷണം നടന്നതിന് ശേഷം മറ്റു തുടർ നടപടികൾ കൂടി സ്വീകരിക്കാൻ തന്നെയാണ് നിലവിൽ സാധ്യത. ശരി, വിനീത വി.ജി ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരും. 5 ദിവസം കൂടി അതിശക്ത മഴയ്ക്കുള്ള സാഹചര്യമുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രതയിൽ കഴിയണമെന്നും ആ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്.